Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ഫോൺ എങ്ങനെ വാങ്ങിച്ച് സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതായത് ഒരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ ഏറ്റവും നന്നായിട്ട് നമുക്കൊരു ഫോൺ ഉപയോഗിക്കാം. സോ നമുക്ക് ഒന്നൊന്നായിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കാം. അതിനിടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാര്യങ്ങൾ അറിയട്ടെ. സോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിന്നാണ് നിങ്ങൾ ഫോണുകൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല, നോർമലായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യും. പക്ഷെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്. സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന പ്രൊഡക്റ്റ് അതെന്ത് തന്നെയായാലും ആ പാക്ക് അങ്ങനെ തന്നെ ഒരു വീഡിയോ എടുക്കുക. അത് ഓപ്പൺ ചെയ്യുന്നതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് പ്രൊഡക്റ്റ് കയ്യിൽ എടുക്കുന്ന വരെയുള്ള കാര്യം ഒറ്റ ഷോട്ടിൽ എടുക്കുക. ഇതിന്റെ ആവശ്യകത വേറൊന്നുമല്ല, ഇത്തരം വരുന്ന പ്രൊഡക്റ്റുകൾ പലപ്പോഴും മാറിപ്പോകാനുള്ള സാധ്യതയും കംപ്ലൈന്റുകൾ വന്നിരിക്കാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഗ്ലാസ് ഐറ്റംസ്, ഇപ്പോൾ ഒരു ഡിസ്പ്ലേയോ മോണിറ്ററോ അല്ലെങ്കിൽ ഫോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ആണെങ്കിൽ തന്നെ ചിലപ്പോൾ അതിനകത്തിരുന്ന് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ കമ്പനി അല്ലെങ്കിൽ അയച്ചു തന്നിരിക്കുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ അവർ പറയുക ചിലപ്പോൾ ഞങ്ങൾ തന്നിരിക്കുന്നത് കറക്റ്റ് ആണ്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മളത് അടിച്ചു മാറ്റിയിട്ട് വേറെ വെച്ച് അവരെ പറ്റിക്കാൻ നോക്കുകയാണെന്നുള്ളൊരവസ്ഥ വരും. സോ വരുന്ന പാക്കേജ് കൃത്യമായിട്ട് വീഡിയോ എടുക്കുക, ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് കയ്യിലെടുക്കുന്നവരുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒറ്റ ക്ലിപ്പായിട്ട് ഷൂട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എഡിറ്റ് ചെയ്തെന്നൊക്കെ വരും. സോ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഓൺലൈനിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർ, അത് ഫോണല്ല എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ടൊന്ന് ചെയ്ത് വെക്കും. സോ അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ, ഫോണിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വരാറുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുക. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി റിവ്യൂസ് ഒക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫോൺ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു, നിങ്ങൾ ഓൾറെഡി റിവ്യൂ കണ്ടിട്ടുണ്ടാവും, അൺബോക്സിംഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ നിങ്ങളത് നോക്കുക, അൺബോക്സിംഗ് ഒക്കെ നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്, അതെല്ലാം നമുക്ക് കിട്ടിയ ഫോൺ ബോക്സിലും ഉണ്ടോ, ചിലപ്പോൾ ചാർജർ മിസ്സിംഗ് ഉണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഡോക്യുമെന്റേഷൻ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി കൺഫേം ചെയ്യുക. എല്ലാ പ്രൊഡക്റ്റുകളും അതിനകത്ത്, അതിന്റെ എല്ലാ പാർട്സുകളും അതിനകത്ത് ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതും എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്തായാലും അതും രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കണക്കാക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, ഫോൺ ഓൺ ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാം കേട്ടോ. അതായത് ഫോൺ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യം ചാർജിന് കുത്തിയിടണം 5 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെയൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാർജ് ചെയ്യാം. കാരണം ഒരു 30-40% ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാൻ മതിയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാർജ് ചെയ്തോളൂ. ഫോൺ ഒന്ന് ചൂടായിക്കോട്ടെ. ഫോൺ ഒന്ന് ചാർജ് ചെയ്തിട്ട് കുറച്ചൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ബട്ട് യൂഷ്വലി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഒരു ഡിവൈസും ചെയ്യാറില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്കവാറും കിട്ടുമ്പോൾ എനിക്ക് 40-50% ചാർജ് ഉണ്ടെങ്കിൽ ഞാനത് വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം ഒന്ന് ചാർജ് ചെയ്യാം. 80, 50, 60, 70% ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങും. 5 മണിക്കൂറൊന്നും കുത്തിയിടേണ്ട ആവശ്യമില്ല കേട്ടോ, ആ കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നോർമലി ചാർജ് ഇല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്ത് തുടങ്ങും. അതാണ് അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. ഇനി ഫോൺ ഓൺ ചെയ്ത് സെറ്റപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഫോണിലേക്ക് വരുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, പലതരത്തിലുള്ള സ്ക്രീനുകൾ ഇങ്ങനെ വരും, പല എഗ്രിമെന്റുകളും കാര്യങ്ങളും. അതൊക്കെ എഗ്രി ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ അതൊക്കെ എഗ്രി ചെയ്യാം. ബട്ട് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം മിക്കവാറും എല്ലാ ഫോണുകളിലും വരും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണിച്ചോട്ടെ എന്നാണ് ചോദിക്കുന്നത്. പലരും ഈ ഒരു ഭാഗം ചുമ്മാ അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങ് പോകും. വേഗം നെക്സ്റ്റ് അടിച്ച് പോയാൽ ഫോൺ സെറ്റപ്പായി ഓണായി കിട്ടുമെന്ന് കരുതിയിട്ട് വേഗം നെക്സ്റ്റ് അടിച്ച് പോവാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ഡിസേബിൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ പരസ്യങ്ങൾ വരുന്നൊരു ബുദ്ധിമുട്ട് കാര്യമായിട്ട് വരും. അത് മിക്കവാറും എല്ലാ ബ്രാൻഡുകളിലും ഇങ്ങനൊരു സംഗതി ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് ടേൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ പരസ്യങ്ങൾ വരും. പരസ്യങ്ങൾ വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് പോകാം. സോ ഇത് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഫോൺ സെറ്റപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഫോൺ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ കയ്യിലായി. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോൺടാക്റ്റും പഴയ ഡീറ്റെയിൽസും കാര്യങ്ങളും ഗൂഗിൾ ഫോട്ടോസിലാണ് നിങ്ങളുടെ ഫോട്ടോസ് എങ്കിൽ ഫോട്ടോസും എല്ലാം സിങ്ക് ആയിട്ടുണ്ടാവും, യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ തന്നെ പഴയ ഫോണിൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. സോ ഇങ്ങനെ ലോഗിൻ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് പിന്നത്തെ സ്റ്റെപ്പായിട്ട് വരിക. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ എന്തായാലും ചെയ്യുമല്ലോ. അത് നമുക്കൊരു പ്രൊസീജിയറായിട്ടൊന്നും പറയാനില്ല. പക്ഷെ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്ഡേറ്റുകൾ. കൃത്യമായിട്ട് അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കയ്യോടെ തന്നെ അതിന്റെ സെറ്റിംഗ്സിൽ അബൌട്ട് സെക്ഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ സെക്ഷനിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. കാരണം പല തരത്തിലുള്ള ഇഷ്യൂസ് ഫോണുകൾക്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ ഈ ലോഞ്ചിന് ശേഷമൊക്കെ ആയിരിക്കും അവർ അറിയുന്നത്. അവർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് അപ്ഡേറ്റ് ആക്കിയാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ, സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വല്ല അപ്ഡേറ്റുകൾ ബാക്കിയുണ്ടോ എന്ന് നോക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. സോ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ആയി. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ധാരാളം ആപ്ലിക്കേഷനുകൾ, ഒരു ആവശ്യവുമില്ലാത്ത കുറേ ആപ്ലിക്കേഷനുകൾ കിടക്കുന്നുണ്ടാവും. ഇത് കുറേ എണ്ണമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതും ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിരിക്കും.
അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡിസേബിൾ ചെയ്ത് കളയുക, കുറേ എണ്ണമൊക്കെ ഹൈഡ് ചെയ്യാനും പറ്റും. ചിലത് ഡിസേബിളും അൺഇൻസ്റ്റാളും ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അതിന് നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മിക്കവാറും ഫോണിലൊക്കെ കാണും, ഹൈഡും ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയായിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമേ സ്ക്രീനിൽ കാണൂ. സോ ഇങ്ങനെ നീറ്റായിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക ഫോണിനെ ആദ്യമായിട്ട്. ഇത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് മൈ ഫോൺ എന്നുള്ള സംഭവം കണ്ടെത്തുക. അതായത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫൈൻഡ് മൈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക, അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് വരും. ഇത് ഓൺ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എവിടെയെങ്കിലും വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്, അല്ലെങ്കിൽ മറന്നു പോവാണ്, അല്ലെങ്കിൽ കളഞ്ഞു പോവാണ്, ആരെങ്കിലും മോഷ്ടിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഒക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫൈൻഡ് മൈ ഐഫോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇട്ട് അത് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഫോണുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്നും അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സംവിധാനമാണ് ഫൈൻഡ് മൈ ഫോൺ എന്ന് പറയുന്ന സംവിധാനം. ആപ്പിളിലാണെങ്കിൽ ഫൈൻഡ് മൈ ഐഫോൺ ഉണ്ട്. രണ്ടായാലും ഈ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് എനേബിൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സോ അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു ഫോൺ ഓൺ ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് ലോഞ്ചർ മാറ്റണമെങ്കിൽ ലോഞ്ചറൊക്കെ മാറ്റാം, വാൾപേപ്പർ അപ്ലൈ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് കാര്യങ്ങളാണ്. പേഴ്സണലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളാണ്. ഇഷ്ടത്തിനനുസരിച്ച് സെറ്റപ്പ് ചെയ്യാം. മെയിനായിട്ട് ഏതെങ്കിലും ആ ലോഞ്ചറൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോക്കോ ലോഞ്ചർ വളരെ നല്ലൊരു ലോഞ്ചറാണ്. അതേപോലെ തന്നെ നോവ ലോഞ്ചർ നല്ലൊരു ലോഞ്ചറാണ്. ഞാൻ യൂസ് ചെയ്ത് വന്നിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി ഒരുപാട് നല്ലതൊക്കെ ഉണ്ട്, എങ്കിലും എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഈ 2 ലോഞ്ചറുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ പുതിയ ഫോൺ വാങ്ങിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കഴിവതും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാതിരിക്കുക. പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും സേഫ്. വേറെ എവിടെന്നെങ്കിലും ഇപ്പോൾ യൂട്യൂബ് വാൻസ് ഉണ്ട്, ഞങ്ങൾ അതെടുക്കും. വാട്സപ്പിന്റെ ഒരു മോഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതെടുക്കും. അതൊക്കെ കുറച്ചും കൂടി ആ പരസ്യങ്ങളില്ലാതൊക്കെ കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അതിന്റെ കോസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും അതിന്റെ കോസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. സോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ റിസ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു തരികട വഴികളിലൂടെ പോയിട്ട് തരികട ആപ്ലിക്കേഷനുകൾ എടുക്കുന്നത്. അത് പരമാവധി ഒഴിവാക്കുക. ഒരിത്തിരി പരസ്യം കണ്ടാലും കുഴപ്പമില്ല, ജനുവനായ യൂട്യൂബ് ആപ്ലിക്കേഷൻ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. യൂട്യൂബ് എന്നല്ല, വാട്സപ്പ് ആയാലും എന്തായാലും ഈ ഫേക്ക് മോഡ് സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ ബാങ്ക് പരമായ കാര്യങ്ങളൊക്കെ ഫോണിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗൂഗിൾ പേ എങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹാക്കഡ് ആപ്ലിക്കേഷനുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫോൺ പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുന്നത്, കേസ് ഇടുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. സോ അപ്പോൾ അത്രയുമാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഫോൺ സെറ്റപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആദ്യം പറഞ്ഞ വീഡിയോ റെക്കോർഡിംഗ് മറക്കണ്ട. അത് ഫോണല്ല, എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും കൃത്യമായിട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനൊക്കെ ഒരു അവസരം. സോ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.